ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിലുള്ള ഒരു ഓപ്ഷൻ അത് പല സബ്സ്ക്രൈബേഴ്സും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ഒരു ഓപ്ഷനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്, പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യാം. നമ്മുടെ മൊബൈലിലുള്ള വാട്സപ്പില് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ ചില സമയത്ത് നമുക്കത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഡെയിലി പറയുന്ന പോലെ തന്നെ നമ്മൾ വാട്സപ്പ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കുക. കാരണം പുതിയ പുതിയ അപ്ഡേഷൻസ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറുക, വാട്സപ്പ് ഒന്ന് കൊടുക്കുക. ഇവിടെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആണ് വരിക. ഇവിടെ ഞാൻ ഈ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് സാധാരണ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാണ്. ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി നമുക്കറിയാം, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു യൂട്യൂബിലുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, യൂട്യൂബിൽ നിന്ന് ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം ചെയ്യുക അല്ലെ. ആ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേസ്റ്റ് ചെയ്തു സെൻഡ് ചെയ്തു. അപ്പൊ ആ ഫ്രണ്ടിന് കാണുന്ന സമയത്ത് ഇവിടെ അതിന്റെ ലിങ്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ മുകളിലായിട്ട് അതിന്റെ കൃത്യമായി അതിന്റെ റിവ്യൂ കറക്റ്റ് ആയിട്ട് കാണാം. അതായത് ഒരു പ്രിവ്യൂ മുകളിൽ വരുന്നുണ്ട്. അതായത് തംബ്നെയിലാണ് നമ്മൾ അതിന് സാധാരണ നമ്മൾ പറയുക. അപ്പം ഈ വീഡിയോ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് അതിൽ അവർക്ക് മനസ്സിലാവും. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീഡിയോയിലേക്ക് കടക്കുകയും ചെയ്യും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ മറ്റൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ രണ്ടാമതായിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ലിങ്ക് വന്നു. ഇവിടെ ലിങ്ക് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ തംബ്നെയിൽ വരുന്നില്ല. അത് പ്രിവ്യൂ ആയിട്ട് അത് കാണിക്കുന്നില്ല. എന്താണ്, എന്തിനെ കുറിച്ചുള്ളതാണ്, വെറും ലിങ്ക് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഞാനൊന്ന് ആ സെൻഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. സെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. ആ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലിങ്ക് മാത്രമേ ഉള്ളൂ. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടില്ലേ, ലിങ്ക് മാത്രമേ ഉള്ളൂ. നേരത്തെ മുകളിലാണെങ്കിലോ നമുക്ക് അവിടെ പ്രിവ്യൂവിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു തംബ്നെയിൽ കാണിക്കുന്നു. ഇവിടെ നമുക്ക് ലിങ്ക് മാത്രമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്നുള്ള പലരും എത്രയോ ആളുകളായി ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാട്സപ്പിന്റെ സെറ്റിംഗ്സിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണാം. അവിടെ നമുക്ക് ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ പ്രൈവസിയും നമുക്ക് ഈ സെറ്റിംഗ്സിലാണ് നമുക്ക് ഉണ്ടാവാം. അപ്പൊ ആ പ്രൈവസിന്റെ സെറ്റിംഗ്സിൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും മനസ്സിലാക്കുക, അഡ്വാൻസ് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ അഡ്വാൻസിൽ നമുക്ക് സെക്യൂരിറ്റി പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ IP അഡ്രസ് ഇൻ കോൾസ്, നമുക്ക് കോൾ വരുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ തൊട്ട താഴെയായിട്ട് ഇവിടെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിവിടെ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്കുകൾ വെച്ചിട്ട് മറ്റുള്ളവർക്ക് നമ്മളുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കാനോ പറയുന്നത്. ഇതിവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താവില്ല, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന തംബ്നെയിൽ വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം അയക്കണമെങ്കിൽ.